എന്തായാലും ഓൾ ദ ബെസ്റ്റ് എൻ്റെ ഭാവി നാത്തൂന്. കണ്ണ് ചിമ്മിക്കൊണ്ട് ചിന്നു അത് പറഞ്ഞപ്പോൾ തീർത്ഥയ്ക്ക് ഇതുവരെ തോന്നാത്ത ഒരു നാണം തോന്നി. ചെറിയൊരു പുഞ്ചിരിയോടെ അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് തീർത്ഥ കോഫി ഷോപ്പിലേക്ക് നടന്നു. ഷോപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് മാധവിനെ താൻ അറിയില്ലല്ലോ എന്നവൾ ഓർത്തത്. ഷോപ്പിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുമുണ്ട്. ഇതിൽ നിന്നും മാധവിനെ എങ്ങനെ കണ്ടുപിടിക്കും? തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് അവൾ ചുറ്റും നോക്കി. തീർത്ഥ! പെട്ടെന്ന് നിൽക്കുന്നതിൻ്റെ പിറകിൽ നിന്നൊരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. പിറകിലെ രണ്ടാമത്തെ റോയിൽ നിന്നും ഒരു കൈ മാത്രം ഉയർന്നു കാണാം. പക്ഷേ മുഖം വ്യക്തമല്ല. അവൾ പതിയെ അങ്ങോട്ട് നടന്നു. ആ ടേബിളിൻ്റെ അടുത്തെത്തിയപ്പോൾ അവളൊന്ന് സംശയിച്ചു നിന്നു. ഈ മുഖം താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ണട വെച്ച ആ സുന്ദരമായ മുഖം ഓർത്തെടുക്കാൻ അവളൊന്ന് ശ്രമം നടത്തി. യെസ്, അന്ന് രാത്രി ലിഫ്റ്റ് തന്നത്. ഇതാണോ മാധവ്? അവളുടെ കണ്ണുകൾ വിടർന്നു. തീർത്ത! സംശയത്തോടെയാണ് ചോദ്യമെങ്കിലും പരിചയഭാവം മുഖത്തുണ്ട്. അവൾ തല കുലുക്കി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. നേരിയ ഒരു പുഞ്ചിരിയോടെയാണ് അവൻ സംസാരിക്കുന്നതെങ്കിലും ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവം കലർന്നിരുന്നു. താങ്ക്സ്. അവൾ പതിയെ സീറ്റിലേക്കിരുന്നു. അന്ന് കണ്ടപ്പോൾ എന്നെ മനസ്സിലായിരുന്നോ? പിറകിലേക്ക് ചാരിയിരുന്നു കൊണ്ട് മാധവ് ചോദിച്ചു. ഇല്ല. അവൻ്റെ മുൻപിൽ ചെറിയൊരു പതർച്ച അവൾക്ക് അനുഭവപ്പെട്ടു. പണത്തിന് വേണ്ടിയാണെങ്കിലും താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് മുൻപിലിരിക്കുന്നതെന്നുള്ള ഓർമ്മയിൽ ചെറിയൊരു നാണവും അവളിൽ ഉടലെടുത്തു. തീർത്ത മെല്ലെ അവനെ പാളി നോക്കി. എന്തോ ആലോചിച്ചുകൊണ്ട് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൻ. ഇടതൂർന്ന മുടി ഒരല്പം നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. ഡ്രിം ചെയ്ത് ഒതുക്കിയ താടിയും മീശയും, കണ്ണടയ്ക്കുള്ളിലെ തിളക്കമുള്ള കണ്ണുകളും, വളരെ വൃത്തിയുള്ള വസ്ത്രധാരണവും. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് പോലെയൊരു മനുഷ്യൻ. അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്താ ഓർഡർ ചെയ്യേണ്ടത്? ഓർഡർ എടുക്കാനായി ഒരാൾ അവർക്കരികിലേക്ക് വന്നപ്പോൾ മാധവ് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. അവൾ ചുമൽ കൂച്ചി. ഓർഡർ പിന്നെ നൽകാമെന്ന് പറഞ്ഞ് അവൻ അയാളെ പറഞ്ഞയച്ചു. അപ്പോൾ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. സോറി, കണ്ടിട്ടുണ്ടെങ്കിലും അറിയില്ല. ദെൻ വൈ ഡിഡ് യു എഗ്രി ടു മാരി മീ? അവൻ്റെ പുരുകമുയർന്നു. അവൻ സംസാരിക്കുമ്പോഴെല്ലാം കണ്ണുകൾ വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അവ അത്രത്തോളം ആകർഷണമുള്ളവയായിരുന്നു. ക്യാഷിൻ്റെ കാര്യം പറയരുതെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ താൻ എന്ത് പറയും? തീർത്ത ഒരു നിമിഷം ആലോചനയോടെ ഇരുന്നു. എക്സ്ക്യൂസ് മീ. മാധവ് പതിയെ ടേബിളിൽ തട്ടി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. മോഹൻ സാർ പറഞ്ഞപ്പോൾ നല്ലവനാണെന്ന് തോന്നി. എനിക്കൊരു അനിയത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. കല്യാണം കഴിക്കാൻ ഇതൊക്കെ ഒരു കാരണമാണോ? അതോ ഇതിനിടയിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും ഡീൽ, അതോ അജണ്ടയുണ്ടോ? അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ആ കണ്ണുകൾക്കിപ്പോൾ സംശയത്തിൻ്റെ ഭാവമാണ്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് വരാൻ പറ്റുമെന്നോർത്തു. അതുകൊണ്ടാണ് മോഹൻ സാർ പറഞ്ഞപ്പോൾ വേറെയൊന്നും ആലോചിക്കാതെ ഞാൻ സമ്മതം പറഞ്ഞത്. ഏതോ ഓർമ്മയിൽ അവളൊന്ന് നിശ്വസിച്ചു. അവൾ പറഞ്ഞ കാരണങ്ങളൊന്നും മാധവിനെ തൃപ്തിപ്പെടുത്തിയില്ല. ചിലപ്പോൾ മേലെടുത്തെ പണം കണ്ടിട്ട് തന്നെ ആയിരിക്കും. എന്നാലും ചെറിയച്ഛൻ എന്തുകൊണ്ടാവും ഈ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തത്? ചിലപ്പോൾ ഇവൾ പറഞ്ഞതുപോലെ ആരാരും ഇല്ലാത്തത് കൊണ്ടാകൂ. ജാതകത്തിൽ പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ചാൽ ആരും പ്രശ്നമുണ്ടാക്കാതിരിക്കാനാകും. ജാതകത്തിലെ ദോഷത്തിൻ്റെ കാര്യം ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? മൊത്തത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നിയ മാധവ് മെല്ലെ മിഴികൾ ഉയർത്തി അവളെ നോക്കി. അത്ര നേരം അവനെ നോക്കിയിരുന്ന തീർത്ത പെട്ടെന്ന് തന്നെ മിഴികൾ മാറ്റി. എൻ്റെ ജാതകത്തിൽ ഒരു ദോഷമുണ്ട്. ആ കാര്യം അറിയുമോ? അവളുടെ മുഖത്തൂടെ മിഴികൾ ചലിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അറിയാം, പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം? അവനിൽ നിന്നും അടുത്ത ചോദ്യമെത്തി. എൻ്റെ അപ്പയൊരു ജ്യോത്സ്യനായിരുന്നു. അവളൊന്ന് നെടുവീർപ്പിട്ടു. അവളുടെ സംസാരത്തിൽ നിന്നും എന്തൊക്കെയോ വിഷമങ്ങൾ അവൾക്കുള്ളിലുണ്ടെന്ന് അവന് തോന്നി. ഓക്കെ, കാര്യം എൻ്റെ ചെറിയച്ഛനാണെങ്കിലും ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എത്രയൊക്കെ വിശ്വാസമില്ലെന്ന് പറഞ്ഞാലും സ്വന്തം ജീവനിൽ ഭയമില്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. എന്നിട്ടും അതൊക്കെ മാറ്റിവെച്ച് താൻ എന്നെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. കാരണം എന്നെ ജീവനത്തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആർദ്ര പോലും പേടിച്ച് പിന്മാറിയതാണ്. അപ്പോഴാണ് എന്നെ യാതൊരു പരിചയവുമില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നത്. മാധവൻ്റെ വാക്കുകൾക്ക് മൂർച്ചയേറി. എന്തു പറയണമെന്നറിയാതെ അവളുടെ തൊണ്ട വരണ്ടു. ഭീകരനാണെന്ന് ചിന്നു പറഞ്ഞപ്പോൾ ഇത്രയൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തീർത്ത, താൻ സത്യം പറ. എന്തിനാ സമ്മതിച്ചത്? ആർദ്രയോ ചെറിയച്ഛനോ തന്നെ ഫോഴ്സ് ചെയ്തോ? അതോ എന്തെങ്കിലും ഓഫർ ചെയ്തോ? അതല്ലാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ തനിക്ക് എന്നോട് പ്രണയമൊന്നുമില്ലല്ലോ. മാധവ് ഇരു കൈമുട്ടുകളും ടേബിളിലൂന്നി മുൻപോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. തീർത്ത ആകെ പെട്ട അവസ്ഥയിൽ അവനെ നോക്കി. സത്യം പറയാതെ യാതൊരു നിവൃത്തിയുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്തുണ്ടെങ്കിലും താൻ പറഞ്ഞു. തനിക്കൊരു കുഴപ്പവും വരാത്ത രീതിയിൽ ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. അവന് കരുതിയിരിക്കുന്നത് ജോലിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചെറിയച്ഛൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ്. മടിയോടെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു. അപ്പോൾ കാശിന് വേണ്ടിയാണെങ്കിലും തൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത് അല്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ ചോദിച്ചു. അതെ.
മോഹൻ സാർ എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അവൾ പറഞ്ഞു. ഇത്രയും ചെറിയ പ്രായത്തിൽ 3 കോടി രൂപയുടെ എന്ത് ബാധ്യതയാണ് തനിക്കുള്ളത്? അതും ജീവൻ പണയം വെച്ചുകൊണ്ട്? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും ഓർഡർ എടുക്കാനായി ആളെത്തി. ഒന്നും ഓർഡർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടുകൊണ്ട് അവർ ഷോപ്പിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള പാർക്കിലേക്ക് നടന്നു. ഉച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ പാർക്കിൽ വലിയ തിരക്കില്ല. ഇരുവരും വലിയൊരു മാവിൻ്റെ തണലുള്ള ബെഞ്ചിലിരുന്നു. അതിനിടയിൽ മാധവിന് ഒരു കോൾ വരികയും അവൻ അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് ഫോൺ സൈലൻ്റാക്കി പോക്കറ്റിൽ വെക്കുകയും ചെയ്തു. ഇനി തീർത്ത പറ. 3 കോടി രൂപയുടെ എന്ത് കടമാണുള്ളത്? പിറകിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് അവൻ അവളെ നോക്കി. 3 കോടി രൂപയുടെ കടങ്ങളൊന്നുമില്ല. പക്ഷേ ആ പൈസ കിട്ടിയാൽ എനിക്കും അനിയത്തിക്കും ഒരു അല്ലലുമില്ലാതെ ജീവിക്കാമല്ലോ. ബെഞ്ചിൽ പൊഴിഞ്ഞു കിടന്ന കണ്ണിമാങ്ങ കയ്യിലെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അതിപ്പോൾ ഒരു നല്ല ജോലി ഉണ്ടെങ്കിലും നടക്കുന്ന കാര്യമല്ലേ? അതിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ എവിടെയാണ്? അവരെപ്പറ്റി ഒന്നും ഇതുവരെയായി ചെറിയച്ഛനോ താനോ പറഞ്ഞില്ലല്ലോ. മരത്തിനടിയിലൂടെ വരുന്ന സൂര്യപ്രകാശം മുഖത്ത് പതിച്ചപ്പോൾ അവൻ നെറ്റിക്ക് മേലെ കൈവച്ചു. എൻ്റെ അപ്പ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനായിരുന്നു. ഒത്തിരി കള്ളങ്ങൾ ചെയ്തു കൂട്ടിയിരുന്ന അപ്പ എങ്ങനെ നല്ലൊരു ജ്യോത്സ്യനായി എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞ് അപ്പ ചെറിയമ്മയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു. ചെറിയമ്മയുടെ മകളാണ് ഷിവു. ഷിവുവിന് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പ മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയമ്മ മറ്റൊരു വിവാഹം കഴിച്ചു. അയാൾക്ക് എന്നെയും ഷിവുവിനെയും ഇഷ്ടമല്ല. കുടിച്ചു വന്ന് ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ചെറിയമ്മ എല്ലാത്തിനും കൂട്ടുനിൽക്കും. അവിടെ നിന്നും ഒരു കണക്കിന് രക്ഷപ്പെട്ടാണ് ഇവിടെ വന്നത്. രമ്യയുടെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നും കട്ടെടുത്ത 100 രൂപ മാത്രമാണ് അന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ഇവിടെ വന്ന ആദ്യ നാളുകളിൽ വെറും വെള്ളം മാത്രം കുടിച്ചാ ഞാനും ശിവവും വിശപ്പടക്കിയിരുന്നത്. അന്ന് അവൾക്ക് 4 വയസ്സേ ഉള്ളൂ. ആദ്യം ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മയെ നോക്കുന്നതായിരുന്നു ജോലി. അന്നു മുതലാണ് ഞങ്ങൾ 2 നേരമെങ്കിലും ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്, സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങിയത്. അവിടെ ജോലി ചെയ്യുമ്പോഴാണ് അവിടുത്തെ അമ്മൂമ്മയുടെ മകൻ്റെ കാരുണ്യം കൊണ്ട് പഠിച്ച് ഡിഗ്രി പാസ്സായി. അദ്ദേഹം തന്നെയാണ് മേലെടുത്ത് കമ്പനിയിൽ ജോലി വാങ്ങി തന്നത്. എങ്കിലും 2 പെൺകുട്ടികൾ ഒറ്റയ്ക്ക് വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയുമോ എന്ന് എനിക്കറിയില്ല. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇടുങ്ങിയ വാക്കുകൾ തൻ്റെ ജീവിതം അവന് മുന്നിൽ പറഞ്ഞപ്പോൾ അവനോട് പറയാത്ത അവൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അത് അവളുടെ കൺപീലികളിൽ നനവ് നൽകി. മാധവും ആകെ വല്ലാതായി. ഇതുവരെ ഒരു നേരം പോലും പട്ടിണി കിടക്കാത്ത, കീറിയ ഒരു ഉടുപ്പിടാത്ത അവനിതെല്ലാം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു.